ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും ഇങ്സ് മൈ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ആക്റ്റീവായിട്ട് എന്തായാലും ഈ ഒരു ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആഴ്ചയിലൊരു 3 വീഡിയോ എങ്കിലും മിനിമം നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ അമ്മൂസുണ്ട്. അമ്മൂസിനെ കുറേ നാളായിട്ട് നമ്മുടെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഫോട്ടോയും അങ്ങനെ കാര്യങ്ങളും സാധാരണ നമ്മൾ അമ്മൂസിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വ്ളോഗ് വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളതാണ്. അമ്മൂസിനെ വീഡിയോയിൽ കാണിക്കാണ്ടിരുന്ന ഒന്നുമല്ല, അമ്മൂന് വാവ ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ 5 കുട്ടികളുണ്ട്, 5 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് അവളെങ്ങനെ വീഡിയോയിലൊന്നും കാണിക്കാതിരുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഏകദേശം 50 ദിവസമാണ്, 45 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഓക്കെ, കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പാട്ട് കേൾക്കാനൊക്കെ FM ഉണ്ട്. സ്റ്റോറീസും ബുക്സൊക്കെ നമുക്കൊരു FM പോലെ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ. യെസ് ഗൈസ്, ഇന്ന് നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താണ്. പ്രതിലിപി FM എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ബുക്സ്, അതുപോലെ പോഡ്കാസ്റ്റ്, അതുപോലെ സ്റ്റോറീസ്, കഥകളെല്ലാം നമുക്ക് ഓഡിയോ വഴിയായിട്ട് കേൾക്കാനായിട്ട് പറ്റും. പ്രതിലിപി FM എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓഡിയോ പ്ലാറ്റ്ഫോമാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ജേർണലിസ്റ്റിലുള്ള ബുക്സ്, പോഡ്കാസ്റ്റുകൾ, സ്റ്റോറീസ് എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷനിൽ നമുക്ക് 9 ലാംഗ്വേജസിലുള്ള സ്റ്റോറീസും ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഡിയോ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഏകദേശം 10,000-ലധികം ഓഡിയോ ബുക്സ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ജനറൽ, ഇപ്പോൾ റൊമാൻസ് ആയിരിക്കാം, ഇപ്പോൾ ഹൊറർ ആയിരിക്കും, ചിലപ്പോൾ ഫൺ ആയിരിക്കാം, ഈ തരത്തിലുള്ള എല്ലാ കാറ്റഗറിയും നമുക്ക് ഈ ഒരു ഓഡിയോ ബുക്കിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇതിലൊരു ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അതായത് നമുക്കത് ഓൺ ആക്കി ഇട്ടാൽ നിങ്ങൾക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ ഓഡിയോസ് ഒക്കെ ലിസൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി എല്ലാ ചവറ് പോലത്തെ സ്റ്റോറീസ് അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, എക്സ്പേർട്സ് സെലക്ട് ചെയ്തിട്ടുള്ള നല്ല കിടിലൻ സ്റ്റോറീസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേൾക്കേണ്ട, ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷനും ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഈ സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഇരുന്ന് കേൾക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളൊരു കഥ കേട്ടു, പിന്നീട് വേറൊരു കഥ കേട്ടു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വരണം ആ പഴയ കഥ കേട്ട് അതിൻ്റെ ബാലൻസ് ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അവിടെ നിന്ന്, അതായത് നിങ്ങൾ ഏത് കഥ എവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് തൊട്ടിട്ടായിരിക്കും പിന്നീട് നമ്മൾ വരുമ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജേർണൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് സെലക്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ്, നൗ യു ക്യാൻ ലിസൺ ടു യുവർ ബുക്സ് ഓൺ ദ ഗോ. അപ്പോൾ അമ്മ ഇവിടെ കിടന്ന് ഓടാണ്. എന്തി കിടന്ന് ഓടണേ, അമ്മ കിടന്ന് ഓടണേ. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അകത്താണ് ഇടണേ. കുഞ്ഞുങ്ങളുടെ ഒപ്പം തന്നെയാണ് എപ്പോഴും ഇടണേ. പക്ഷേ കുഞ്ഞുങ്ങൾ ഇവളുടെ അടുത്തുനിന്ന് മാറിയില്ലേ, ഫുൾ ടൈം പാൽ കുടിക്കാൻ നടന്ന് ഇവൾക്ക് ആകെ ക്ഷീണമാണ്. അപ്പോൾ അത് കാരണം പുള്ളിക്കാരത്തിനെ ഞങ്ങൾ കൂട്ടി കൊണ്ടുവന്നിട്ടേക്കണേ. എന്തിയടി അമ്മു. പിന്നെ ഈ അമ്മൂസിൻ്റെ ബ്രീഡ് ഏതാണെന്ന് വെച്ചാൽ ലാസാപ്സോയാണ്. ഓക്കെ, അമ്മൂസ് ലാസാപ്സോ ആണ്. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത് ലാസാപ്സോ ബ്രീഡല്ല, കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത് ഷിറ്റ്സു ആണ്. ഓക്കെ, അപ്പോൾ ഷിറ്റ്സു കുഞ്ഞുങ്ങളാണ്. ഷിറ്റ്സു ബ്രീഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് സെയിം ലാസാപ്സോൻ്റെയൊക്കെ ഏകദേശം ആ ഒരു സെയിം ഇതുള്ള, എന്നാൽ അത്ര പൊക്കമൊന്നും വയ്ക്കില്ല. പക്ഷേ കാണാൻ നല്ല ക്യൂട്ടാണ്. അതായത് നല്ല രോമൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ടൈപ്പ് പപ്പീസാണ് ഷിറ്റ്സു പപ്പീസ്. അപ്പോൾ ഷിറ്റ്സു ആണ് ഇവളുടെ കുഞ്ഞുങ്ങൾ. നോക്കിയടി അമ്മുവേ അവിടെ കിടന്നോട്ടാ. ചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാട്ടാ. കുറച്ച് കഴിയുമ്പോൾ വിളിക്കാട്ടാ. ഇപ്പം അമ്മൂനെ കിടത്തിയിരിക്കണ ഒരു പഴയ നമ്മുടെ പണ്ടത്തെ കൂട്ടിലാട്ടോ. ഇതിൽ സത്യം പറഞ്ഞാൽ കുഞ്ഞു കൂടാണ്. അമ്മൂന് കഷ്ടിച്ച് അങ്ങോട്ട് ഇവിടെ നടക്കാം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞില്ല, 5 കുഞ്ഞുങ്ങളാണ് നമുക്ക് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ 5 കുഞ്ഞുങ്ങളാണ് നമുക്ക് ഉണ്ടായത്. ഇതിൽ ഇപ്പം എന്താ പറയുക, ഒരു കുഞ്ഞിനെ നമ്മൾ ഇതിനെ സ്റ്റഡി ചെയ്യാൻ കൊണ്ടുപോയി കൊടുത്ത് അവർ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരൊരു കുഞ്ഞിനെ കൊണ്ടുപോയി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 കുഞ്ഞുങ്ങളുണ്ട്. 4 കുഞ്ഞുങ്ങളിൽ 4 പേര് വീടിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവരൊന്ന് കാണിച്ചു തരാം. ഇതുവരെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാറൊന്നും ആയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കാം. അറിയാലോ, കുഞ്ഞുങ്ങളും ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഫോട്ടോയൊന്നും എടുത്ത് ആരും കാണിക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഇതുങ്ങൾക്കും ഒരു ഇത്ര ദിവസം വരെ അങ്ങനെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മളൊന്നും എടുത്തൊന്നുമില്ല. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ ഇവിടെ ഭിത്തിയിലൊക്കെ ആകെ സാധാ ഇതൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ മാറി ഇവിടെ ടൈൽസ് ഇട്ടത് വീടിൻ്റെ. ഇതൊക്കെ ഫ്ലോറൊക്കെ നോക്കിയാലോ. എൻ്റെ വീട്ടിൽ ഒരിടയ്ക്ക് നമ്മൾ മലയാളം ടെക്കീസിൽ ഒരു 1.5 ആഴ്ചയോളം വീഡിയോസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ കുറേ പേര്
അന്ന് മെസ്സേജ് അയക്കുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജൊക്കെ അയക്കുക ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റാത്തത്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് കുറേ നാളെ എന്താ പറയുക, ഭിത്തിമൊക്കെ ഇത് ഒട്ടിച്ചു, ടൈൽസ് ഒട്ടിച്ചു, വാൾ ടൈൽസ് ഒട്ടിച്ചു, പിന്നെ താഴെ ടൈൽസ് ഒട്ടിച്ചു. ആദ്യം വീട്ടിലിങ്ങനെ സാധാ ടൈൽസൊന്നും അല്ലായിരുന്നു, ജസ്റ്റ് സിമെൻറ്റ് മാത്രമായിരുന്നു. എൻ്റെ കാർ പോർച്ചൊക്കെ നല്ല റെഡിയാക്കി. MT-15 അവിടെ ഇരിക്കുന്നുണ്ട്. മാരുതി എടുത്തിട്ട് ഓടിച്ചിട്ട് കുറച്ച് നാളായി. അതൊന്നും എനിക്കിനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ അതൊന്ന് ശരിയാക്കി എടുത്ത് നമ്മൾ മാരുതി കൊണ്ട് കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഇതാട്ടെ വീട്ടിലെ പണി നടന്നത് ഇതൊക്കെയാണ്. ജസ്റ്റ് എൻ്റെ മുറികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മുറികളൊന്നുമല്ല, ജസ്റ്റ് ഇതിട്ടിരിക്കണം. അപ്പോൾ അതെ വീടിൻ്റെ അകത്തൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്ടിൽ നടന്ന കാര്യം. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള റൂമിൻ്റെ ഇത് കാണിച്ചു തന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഗെയിമിംഗ് റൂം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല സെറ്റപ്പ് ആക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് മാത്രമായിട്ട് അത് ചിലപ്പോൾ മലയാളം ടെക്കീസിൽ തന്നെ ഇടണമെന്നാണ്, കാരണം കുറേ അപ്ഗ്രേഡേഷൻസ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വരട്ടെ. ഇവിടെ പുറത്താണ് നിർത്തണ കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ അകത്ത് എനിക്ക് വെട്ടം ഭയങ്കര കുറവാണ്. ഓക്കെ, വെട്ടത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പുറത്താണ് കുഞ്ഞുങ്ങളെയൊക്കെ വീഡിയോയിൽ കാണിച്ചു തരണേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞുങ്ങളെ പോയി എടുത്തിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവരൊക്കെ അത് ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണിച്ചു തരട്ടെ വീഡിയോയിൽ. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിനെ വീഡിയോയിൽ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഷിറ്റ്സ് പപ്പീസ്. 1 2 3 4. അപ്പോൾ 4 പപ്പീസാണ് മൊത്തം. 5 പപ്പീസ് ഉണ്ടായിരുന്നു. അതിലൊരു പപ്പീനെ ഒരു സ്റ്റഡ് കോപ്പിയായിട്ട് അവർ കൊണ്ടുപോയി, സ്റ്റഡ് ചെയ്യിപ്പിച്ചവർ. ബാക്കി 4 പപ്പീസാണ് നമ്മുടെ കയ്യിലുള്ള. അതിൽ 4 പേരും, ഒരു ഫീമെയിലും ഉണ്ട്, അല്ല ഒരു മെയിലും ഉണ്ട്, ബാക്കി 3 ഫീമെയിലാണ്. ഓക്കെ, ഇവ മെയിലാണ്. ചെക്കൻ കിച്ച് ഇതാണും, ബാക്കി 3 പെണ്ണ്. ഇത് ഞങ്ങളുടെ കിങ്ങിണി കേട്ടാ, വൈറ്റ് കിങ്ങിണി പെണ്ണെ. ആൾക്ക് ഭയങ്കര ഉറക്കമൊക്കെയാണ് എപ്പോഴും. ബാക്കി 2 കുറുമ്പികളുണ്ട്. ഇതൊരു കുറുമ്പി, അതൊരു കുറുമ്പി. അപ്പോൾ ഈ 4 പപ്പീസാണ് നമുക്ക് നമ്മുടെ അമ്മൂൻ്റെ പപ്പീസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിവിടെ വീട്ടിൽ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന 2 പപ്പീസ് ഉണ്ട്. നമ്മൾ 2 പപ്പീസിനെ ഇവിടെ നിർത്താണ് വീട്ടിൽ. അമ്മൂൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്കും വളർത്തണം. ഞങ്ങൾക്ക് എല്ലാ പപ്പീസിനെയും വളർത്തണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സ്ഥല സൗകര്യം ഭയങ്കര കുറവാണ്. അതായത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത്ര സ്ഥലമാണ് ഞങ്ങൾക്കുള്ളൂ. ബാക്കിലേക്ക് അങ്ങനെ വീടിൻ്റെ ബാക്കിലോട്ടൊന്നും സ്ഥലമൊന്നുമില്ല. ആകെ ഇരിക്കണ ആ വീടും ഈ ഫ്രണ്ട് വശം മാത്രമാണ് ഞങ്ങൾക്ക് സ്ഥലമായിട്ടുള്ളൂ. അപ്പോൾ സ്ഥലപരിമിതികളുള്ള കാരണം എല്ലാത്തിനെയും ഞങ്ങൾക്ക് വളർത്താനോ അല്ലെങ്കിൽ നിർത്താനുള്ള ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും 2 എണ്ണത്തിന് ഇവിടെ നിർത്തുന്നുണ്ട്. ഞങ്ങളെ കിങ്ങിണീനെയും അതുപോലെ ഞാൻ കാണിച്ചില്ല, കിച്ചു എന്ത് ഇത് ഈ കിടക്കണേ കിച്ചു. ആകെ ഒരു മെയിലാണ് ഉള്ളൂ. 2 മെയിലുണ്ട്. അതിലൊരു മെയിലിനാണ് അവർ കൊണ്ടുപോയത്. ബാലൻസ് ഉള്ള ഒരു മെയിൽ പപ്പി ഉണ്ട്. അപ്പോൾ ഒരു മെയിൽ പപ്പീനെയും ഒരു ഫീമെയിൽ പപ്പീനും, നമ്മുടെ കിച്ചുവിനെയും കിങ്ങിണീനെയും ഞങ്ങളിവിടെ നിർത്താണ്, ഞങ്ങളിവിടെ വളർത്താൻ. ബാക്കി ഇത് ഈ 2 പപ്പീസ് ഉണ്ട്. ഈ കുറുമ്പികൾ, ഇവളും ഇവളും പെണ്ണെ കുറുമ്പിയാണ്, എല്ലാം കുറുമ്പിയാണ്. ഞാൻ കാണിച്ചിട്ട് ഇവർ ഓടി അടി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. ഇവിടെ ഇരുന്നേ, വന്നേ പെണ്ണെ എൻ്റെ അവിടെ ഇരുന്നേ, ദേ പോണു ഇങ്ങോട്ട് വാടി. ഓക്കെ, അപ്പോൾ ഈ 2 കുറുമ്പികളെ ഞങ്ങൾ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കണം. പിന്നെ എന്തായാലും ഇപ്പോൾ അമ്മൂൻ്റെ കൂട് കണ്ടില്ലേ, അമ്മൂൻ്റെ കൂട്ടിൽ ഇനി എല്ലാത്തിനും കൂടി ഇടലൊന്നും നടക്കില്ല. അപ്പോൾ പുതിയതായിട്ടൊരു കൂട് പണിയാനേ ഞങ്ങൾ പറഞ്ഞ് കൂട് പണിയിക്കുന്നുണ്ട്. അത്യാവശ്യം ഇവിടെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിയൊരു കൂട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിർത്തണയാണെങ്കിൽ ഫീമെയിൽ പപ്പിയും മെയിൽ പപ്പിയും ഉണ്ട്. അപ്പോൾ 2 എണ്ണത്തിന് ഒരുമിച്ച് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പാകത്തിനുള്ള ഒരു കൂട്, അത്യാവശ്യം വലിയൊരു കൂട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് വൈകാതെ തന്നെ കിട്ടും. പിന്നെ അമ്മൂനെ എന്തായാലും നമ്മൾ പഴയ കൂട്ടി തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 3 എണ്ണത്തിനെയും 3 എണ്ണമായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ അതൊക്കെ വഴി നടക്കും. അപ്പോൾ എന്തായാലും ബാക്കി ഇതേ എടി പെണ്ണെ ഇങ്ങടേക്ക് ഇടാ. നല്ല അനുസരണയല്ല, ഭയങ്കര ക്യൂട്ടാണ് ആൾക്കാർ. എൻ്റെ ഉമ്മാരെ കടിയും അടിയൊക്കെയാണ് എപ്പോഴും. ഫുൾ ടൈം തല്ലുകൊടുത്താണ്. ഇതേ കിടക്കണണ്ട, ഒച്ചപ്പാടുണ്ടാക്കാണ്ട് ഇപ്പം കിടക്കണതാണ്. 2 പെണ്ണുങ്ങളും കൂടിയും തുടങ്ങിയാൽ പിന്നെ അടിയോടെ ഇടുക. കിങ്ങിണിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവള് കുറുമ്പിയാണ്.
അവരെ പോയി ഞോണ്ടും, അവർ പിടിച്ച് മാന്തും, അപ്പോൾ ഒച്ച ഉണ്ടാക്കി കരയും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ഇത് കണ്ട കാണിക്കണേക്ക് ഇങ്ങോട്ട് പോയേ വാതിൽ കണ്ടിട്ടാണ്. വാതിൽ പോയി ഇങ്ങോട്ടേക്ക് എന്നിട്ടാ ഇങ്ങനെ അടി പറഞ്ഞണ്ട ഇങ്ങനെ പെണ്ണെ അവരെ പിടിച്ച കിച്ചു അവിടെ എൻ്റെ അടുത്തേക്ക് വന്നേണ്ട് കേട്ടോ. കിങ്ങിണി ഭയങ്കര ഇതാ ഞങ്ങളായിട്ടത് കിടക്കണേക്ക്. കിങ്ങിണി പെണ്ണെ ഇത് ഷിറ്റ്സു പപ്പീസാണ്. നമ്മുടെ അമ്മൂസ് ഇതിൻ്റെ അമ്മ ലാസാപ്സോയാണ്. അപ്പോൾ അച്ഛൻ ഷിറ്റ്സു ആണ്. അപ്പോൾ ഷിറ്റ്സു ബ്രീഡുകളാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ധവൻ കിച്ചു അടിയാണ് എല്ലാം മരം. ഇത് കാണിക്കണ നോക്കിയേ എന്തുട്ടം മോള് കാണിക്കണം. അങ്ങോട്ട് ഇൻറ്റി വണ്ണ ദിവൻ കാണിക്കണം കേട്ടോ. ഇവൾക്ക് കുറുമ്പാണ്. എല്ലാവരും കുറുമ്പികളാ. എന്നിട്ട് നീ കാണിക്കണേ ചടാ ഒക്കെ നല്ല ഇണക്കമുള്ള ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക്. പിന്നെ ഇതുപോലെയുള്ള പപ്പീസിനൊക്കെ വളർത്തുന്നവർക്ക് അറിയാമല്ലോ, വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടാണ് ഇതുങ്ങളൊക്കെ വളർത്തുക. ആ ടൈപ്പ് പപ്പീസാണ്. അതല്ലാതെ നമുക്ക് ഫുൾ ടൈം പുറത്തിട്ട് വളർത്തുന്ന ടൈപ്പ് അതല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ നമ്മുടെ അമ്മൂസിനെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് അമ്മൂനെ ഒന്ന് അയച്ചിടാം കേട്ടോ. അമ്മ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവളും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ഇതാ. നിൽക്കുക തുറന്നിടാം. അമ്മു ഇതാണ്. അമ്മു വന്നിരുന്ന ഇവന്മാർ ഇതിൻ്റെ പുറകെ നിന്ന് മാറില്ല. മാമൻ കുടിക്കാൻ വേണ്ടി ഇറങ്ങണതാണ്, പാല് കുടിക്കാനായിട്ട്. ഇത് വേണ്ട എല്ലാം കൂടി എങ്കിടി അങ്ങോട്ട് പോ കിങ്ങിണി. കിങ്ങിണി കിടപ്പായി. പിന്നെ കിടപ്പ് മാത്രമുണ്ട്. ബാക്കിയുള്ളത് എല്ലാവരും ഉണ്ട്. അവിടെ ഇരുന്നേ, എല്ലാവരും ഇരുന്നേ. സീറ്റ് കിങ്ങിണി സീറ്റ് അവിടെ ഇരുന്നേ. സീറ്റ് നല്ല രസമായിട്ട് നിങ്ങളിത്. എടാ കിച്ചു ഈ അമ്മൂനെ കണ്ടുപോയി. അമ്മയുടെ പുറകെ ഓടി കളിക്കണ കേട്ടാ. അവിടെ ഇരുന്നേടി അമ്മു. ഇതുങ്ങളുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ബ്ലാക്ക് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് ഒരു സൈസ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങടേക്ക് അമ്മ വന്നാൽ പിന്നെ അവർക്ക് ആരും വേണ്ട. ഇങ്ങടേക്ക് അമ്മു ഒരു ഹായ് നേടി. അമ്മു പെണ്ണെ എവിടെ അടിയാണ് കാല് പിടിക്കാനായിട്ട്. കുറുമ്പികൾ കാണിക്കണോക്കിയ ചേട്ടാ. അമ്മു കിടപ്പായി. അമ്മ ഓടി കിടക്കാണ്ടിരുന്നേ. അമ്മയുടെ ഇടയിലേക്ക് ഇങ്ങനെ കയറിയിരിക്കണണ്ട. ഇവർക്ക് ഇവിടെ ഇത് കിങ്ങിണി ഉണ്ടായ പിന്നെ ഇവർക്ക് ഭയങ്കര കാര്യമാണ് അമ്മേനെ. ഇതൊക്കെ ഇങ്ങനെ താഴേക്ക് ചാടാൻ വേണ്ടി ഇവിടെ ഒരുത്തം കിടന്ന് കാണിക്കുന്നുണ്ട. ഇത് കിച്ച്. ഇത് ഇവർക്ക് പേരിട്ടിട്ടില്ല. ഇവർക്കും മറ്റേ അവിടെ കിടന്ന ആൾക്കും പേരിട്ടിട്ടില്ല. എന്നിട്ടാ ഇതാ മണിക്കുട്ടി. ഇത് മണിക്കുട്ടിട്ടാ പേരിട്ടിട്ടുണ്ട്. ഇത് മണിക്കുട്ടി, അത് കുഞ്ഞുട്ടി. 3 പെണ്ണുങ്ങളാണ് ഇപ്പോൾ മൊത്തം ഉള്ളത്. ഒരു ചെക്കനും. കിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിവിടെ 2 പപ്പീസിനെ ഇവിടെ വളർത്താണ്. ബാക്കി 2 പപ്പീസ് നമുക്ക് ഉണ്ട്. ഷിറ്റ്സു ബ്രീഡാണ്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ ഞാൻ താഴെ തരാം. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി 45 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. ഇന്നിപ്പോൾ 45ാമത്തെ ദിവസം എന്താണ്. അപ്പോൾ അധികം പ്രായമാവണേക്ക് മുമ്പ് ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ വീട്ടിലൊക്കെ വളർത്താൻ ഞാൻ എടുത്തു പറയണ വീട്ടിൽ നല്ല രീതിയിൽ നോക്കി വളർത്തുന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ എന്താ പറയുക
ചുമ്മാ ഒരു കൗതുകത്തിന് കയറി മേടിക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ആരും വരരുത്. കാരണം ഞങ്ങൾ ഇതിനെ അത്രയും കാര്യമായിട്ട് തന്നെയാണ് ഇതിനെ വളർത്തിയതും നോക്കണേക്കെ. ഇപ്പോൾ അമ്മൂസിനാണെങ്കിലും ഇപ്പോൾ ഈ ഇപ്പോൾ ഇനി നോക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ. അതായത് ഞങ്ങൾ വീട്ടിലെല്ലാവരും എങ്ങനെയാണ് അതുപോലെ തന്നെ വീട്ടിലൊരാളെ പോലെയാണ് ഇതുങ്ങളെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് അത്ര സ്നേഹമാണ്. അപ്പോൾ വീട്ടിൽ പപ്പീസ് അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ പട്ടിക്കുട്ടികളെയൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും എൻക്വയറിക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, എത്രയും പെട്ടെന്ന് ചോദിക്കാം. അതല്ലാതെ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ പപ്പീസ് ഇനി അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളിനി കിങ്ങിണിയും അതുപോലെ തന്നെ കിച്ചും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരെ കുറച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കുഞ്ഞിലെ ട്രെയിൻ ചെയ്യിപ്പിക്കണം അങ്ങനത്തെ വീഡിയോകളൊക്കെ നമ്മളെന്തായാലും ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒപ്പം ഇനി രണ്ട് കുട്ടികളും കൂടി നമ്മുടെ ഒപ്പം വീഡിയോയിൽ ചേരാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരു വാച്ച് കണ്ട ലൈറ്റുകളായിട്ട്. ഓക്കെ, ഇത് പുതിയതായിട്ട് നമുക്ക് കിട്ടിയ ഒരു സ്മാർട്ട് വാച്ചാണ് റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ സാധാരണ ചുമ്മാ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളിത് യൂസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെ പോയാലും ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് ആണ് നടക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് എത്രത്തോളം യൂസ്ഫുള്ളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൺബോക്സിങ് പ്ലസ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ വരും ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സംഭവങ്ങളെല്ലാം മാക്സിമം ഞാൻ അതിപ്പോൾ എന്ത് ഐറ്റം ആണെങ്കിലും ടെക് സാധനങ്ങൾ ഗെയിമിങ് സാധനങ്ങൾ എന്താണെങ്കിലും ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ ഒരു വീഡിയോ ചാനലിലിടും. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വരും അടുത്ത ദിവസം തന്നെ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ആർക്കെങ്കിലും എൻക്വയറിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ വരുന്നവരോട് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ചുമ്മാ ഒരു കൗതുകം തോന്നി അങ്ങനെ വളർത്താൻ ആ ഒരു രീതിയിലുള്ളവരായിട്ട് ആരും വരരുത്. ഞങ്ങളിത് കൊണ്ടുപോയി വളർത്തണണ്ട. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെയാണ് അമ്മു. ഇപ്പോൾ കുഞ്ഞുങ്ങളിപ്പോഴാലും ഉണ്ട്, അതിന് മുമ്പ് അമ്മൂനെയാണെങ്കിൽ ഞങ്ങളെ നോക്കണ പോലെ തന്നെയാണ് അമ്മ ഇതുങ്ങളെ അമ്മൂനെ നോക്കിയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര കാര്യമായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് അമ്മൂനിപ്പോൾ 4ാമത്തെ വയസ്സിലാണ് കുഞ്ഞുണ്ടായത്. അപ്പോൾ അതൊക്കെ കാരണം ഭയങ്കര ഞങ്ങൾക്ക് എല്ലാത്തിനും ഇവിടെ നിർത്തണമെന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ സ്ഥല സൗകര്യങ്ങളില്ലാത്ത കാരണം എല്ലാത്തിനും ഇവിടെ നിർത്തൽ നടക്കില്ല. അത് കാരണം ഞങ്ങൾ എന്തായാലും 2 ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട്. ബാക്കിയുള്ള ആ 2 നമ്മൾ വേറെ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്ര കാര്യമായിട്ട് നിങ്ങൾക്ക് നോക്കും എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാത്തവർ പ്ലീസ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് പോയാലും വേറൊരു സ്ഥലത്ത് നല്ല രീതിയിൽ ഉണ്ടെന്ന് അറിയണതാണ് ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ അത്ര കാര്യമായിട്ട് നോക്കണ കാരണം. അപ്പോൾ അങ്ങനെയുള്ളവർ നോക്കുക, എന്താ പറയുക, അങ്ങനെ നിങ്ങൾ നോക്കാം. ഓക്കെ, ഒരു ഇപ്പോൾ കിടക്കണുണ്ട് അമ്മൂൻ്റെ അടുത്ത് പോയി. മണിക്കുട്ടി കേട്ടോ, ഇത് കുഞ്ഞുകുട്ടി, കുഞ്ഞി പിള്ളേരെ പോലെ കാണിക്കുന്നുണ്ടോ. നിക്കിളി വിടുന്നേ, കിച്ചു ഇവിടെ വന്നേ, കിച്ചു മണിക്കുട്ടി കിങ്ങിണി പെണ്ണേ, നാക്കിട്ട് എന്തൊരു പരിപാടി, അമ്മമാരവിടെ അടി തുടങ്ങാനുള്ള പരിപാടിയാണ്. ചുമ്മാ കയറി പോയി അടി വിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ ആ ഒരു പ്രതിലിപി FM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക ഗൈസ്.